ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടികൾ സുതാര്യമല്ലെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. വാർഡ് കൗൺസിലർ പി.കെ. കബീർ, പ്രതിപക്ഷ നേതാവ് കെ.വി. സത്താർ എന്നിവരാണ് ആരോപണം ഉന്നയിച്ചത്. ഭരണപക്ഷം ആരോപണത്തെ എതിർത്തു. വാക്കേറ്റം ശക്തമായതോടെ അജണ്ട അംഗീകരിച്ചതായി അറിയിച്ച് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് യോഗം അവസാനിപ്പിച്ചു. നഗരസഭയും DMCയും സംയുക്തമായി നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ ശബ്ദ സംവിധാനം ഉൾപ്പെടെയുള്ളവയിൽ ടെൻഡർ നടപടികൾ സുതാര്യമായല്ല നടത്തിയെന്നും വ്യാജ ടെൻഡർ അംഗീകരിച്ചെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. യോഗത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഏതായാലും ഇവിടെ നടത്തുന്ന എല്ലാ പരിപാടികളും രാഷ്ട്രീയപരമായിട്ടാണ് ചാവക്കാട് നഗരസഭ ചെയ്യുന്നത്. അതിൽ പ്രതിപക്ഷത്തെ തീരെ ഗൗനിക്കാതെ അവഗണിക്കുന്ന ഒരു നടപടിയുമായിട്ടാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകുന്നത്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ബെല്ല ഇവൻ്റ് എന്ന സ്ഥാപനമാണ് ചാവക്കാട് നഗരസഭയുടെ 4 ലക്ഷത്തിൻ്റെ കൊട്ടേഷൻ എടുത്ത് എന്ന് പറയുന്നത്. ഇത് സമയബന്ധിതമായിട്ടുള്ള കൊട്ടേഷൻ അല്ല. ബെല്ല ഇവൻ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ID ഉണ്ടാക്കി എറണാകുളത്തെയും ഇരിങ്ങാലക്കുടയിലും ഇവൻ്റ് മാനേജ്മെൻറ്റുമാരുടെ പേര് വെച്ച് കൊട്ടേഷൻ കൊടുത്ത് ബെല്ല ഇവൻ്റ് അത് വാങ്ങിയെടുക്കുകയായിരുന്നു. ഈ ബെല്ല ഇവൻറ്റിന് സ്റ്റേജ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തർക്കമുണ്ടായി. അവർ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ ചാവക്കാടത്തെ തന്നെ മറ്റൊരു സൗണ്ട് ഓപ്പറേറ്ററെ വിളിച്ച് താൽക്കാലികമായി സൗണ്ടും മറ്റ് അനുപാതികമായിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാൻ ഒരു മറയിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ച് കമ്മീഷൻ വാങ്ങുന്ന അവസ്ഥയാണ് ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്.